ഇതാണ് കോട്ടയം ജില്ലയിലെ സംക്രാന്തി. കർക്കിടകമായി കഴിഞ്ഞാൽ ഇവിടം അതീവ തിരക്കേറിയ പ്രദേശമാണ്. കർക്കിടക സംക്രമ വിപണി സജീവമായതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിപണനം ഊർജിതമാകും. സാധനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി എല്ലാ കർക്കിടക മാസത്തിലും നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. വളരെയധികം വർഷങ്ങളുടെ കഥ പറയുവാനുണ്ട് സംക്രാന്തി സംക്രമ വിപണനത്തിന്. പണ്ട് നിത്യോപയോഗ സാധനങ്ങളായ കുട്ട, വട്ടി, ഉറി, മുറം, പായ, ചട്ടി, കലം തുടങ്ങിയവയുടെ ലഭ്യത സാധാരണ പോലെ ആയിരുന്നില്ല. അതിനായി പണ്ടുകാലങ്ങളിൽ നടന്നിരുന്ന ഒരു വാണിജ്യ സംവിധാനമായിരുന്നു സംക്രമ വിപണനം. ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണിയും അത് വാങ്ങുന്നതിനായി എത്തുന്ന ഉപഭോക്താക്കളും ഏറെ കാത്തിരുന്ന് എത്തിച്ചേരുന്ന ഒരു കച്ചവട പ്രക്രിയ കൂടിയായിരുന്നു ഇത്തരം വിപണികൾ. പഞ്ഞക്കർക്കിടകത്തിന്റെ ദാരിദ്ര്യത്തിൽ നിന്നും ചിങ്ങമാസത്തിന്റെ സമൃദ്ധിയിലേക്ക് മലയാളികൾ പ്രതീക്ഷകൾ അർപ്പിക്കുമ്പോൾ ഇത്തരം കൈമാറ്റ സംവിധാനം അന്നത്തെ ജനതയ്ക്ക് തികച്ചും ഒരാശ്വാസമായിരുന്നു. മാർക്കറ്റുകളുടെ കടന്നുവരവോടെ സംക്രമ വിപണികളിൽ നിന്നോ ഉത്സവം, പെരുന്നാൾ പോലുള്ള ആഘോഷ സ്ഥലങ്ങളിൽ നിന്നോ മാത്രം ലഭിച്ചിരുന്ന ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ലഭ്യമായി തുടങ്ങി. അതുകൊണ്ട് തന്നെ പൊതുവിപണന വിതരണ കേന്ദ്രങ്ങളായ ഇത്തരം കച്ചവട കേന്ദ്രങ്ങൾ സ്മൃതിയിൽ മറഞ്ഞിരുന്നു. ആധുനികതയിൽ പൗരാണികത പൂർണ്ണമായും മുങ്ങിപ്പോയിട്ടില്ല എന്നതിന് ഉദാഹരണമാണ് ഇത്തരം തെരുവ് വിപണികൾ. സംക്രാന്തി സംക്രമ വാണിഭം പോലെ തന്നെ പേരുകെട്ട മറ്റൊരു വിപണിയാണ് പാക്കിൽ സംക്രമ വാണിഭം. ചരിത്രവും ഐതിഹ്യവും ഇടകലർന്ന പാക്കിൽ സംക്രമ വാണിഭത്തിന്റെ വിശേഷങ്ങൾ അടുത്ത ലക്കത്തിൽ കാണാം.